മറ്റേ താങ്കളുടെ കോലം കത്തിക്കുകയും ഹിന്ദു ഐക്യവേദി വീട്ടിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ടൊരു MLA അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു വിഭാഗം താങ്കൾക്കെതിരെ തിരിയുമ്പോൾ ഒരു വോട്ട് ബാങ്കാണല്ലോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എല്ലായിടത്തും നയിക്കുന്നത്. അതിലൊരു ഭീതിയൊന്നും തോന്നുന്നില്ല. കാരണം ഒരു ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനപ്രതിനിധി എന്ന നിലയിൽ പിന്നീടൊക്കെ ഇലക്ഷനൊക്കെ പോകുമ്പോൾ ഇത് ബാധിക്കുമെന്നൊക്കെ തോന്നുന്നില്ലേ? വാസ്തവത്തിൽ അത് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ വിശ്വാസം ഒന്നുകൂടി ഉറച്ചു. കാര്യം ഞാനന്ന് നിയമസഭയിലും പറഞ്ഞത്, ആളുകളെ പൊതുവഴിയിൽ കൂടി ജനങ്ങളെ എല്ലാവരെയും നടക്കാൻ സമ്മതിക്കാത്ത, പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ കുട്ടികളെയും വന്ന് വിദ്യ അഭ്യസിക്കാൻ പഠിപ്പിക്കാത്ത, ആതുര ശുശ്രൂഷ നൽകാത്ത, പിന്നെ താഴേക്കിടയിലുള്ളവർക്ക്, അധസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വത്തവകാശമോ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമോ ഒന്നും കൊടുക്കാത്ത ഒരു ഭരണാധികാരി വർഗമാണ് ജനങ്ങളെ ഊറ്റിയെടുത്ത് ഈ 317 കരങ്ങൾ പിരിച്ചെടുത്തു എന്നാണ് ഞാൻ കോട്ട് ചെയ്ത ഒരു പുസ്തകത്തിൽ പറയുന്നത്, ഒരു ഖണ്ഡികയിൽ. അതുവരെ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രൊഫസർ ഡാർവിൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ നാടുണർത്തിയ നാടാർ പോരാട്ടങ്ങൾ, അതിൽ ഒരു പേജിൽ 193 പേജിൽ അത് അങ്ങനെ തന്നെ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ 317 തരം കരങ്ങൾ ഇവിടെ പിരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അന്നത്തെ ആ തമോ ശക്തികളുടെ പാരമ്പര്യം നിർഭാഗ്യവശാൽ പേറുന്ന ചില ആളുകളായിരിക്കും ഇത് പറഞ്ഞത്. എൻ്റെ കോലം കത്തിക്കും, അന്ന് കുടിലുകൾ കത്തിക്കുന്നുണ്ടായിരുന്നു, അവർണരെ കൂട്ടത്തോടെ ചുട്ടുകൊല്ലുന്നുണ്ടായിരുന്നു, അവർണർ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. ഞാൻ മാണി സാറിനെ ഓർമ്മിപ്പിച്ചു, സാറേ ഇതെല്ലാം ഈ പിരിച്ചെടുത്തതെല്ലാം ഇറ്റ് വാസ് ടാക്സേഷൻ വിത്തൗട്ട് എനി റെപ്രസെൻറ്റേഷൻ. എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളുടെയും മുത്തശ്ശിയായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടക്കാനുള്ള ഒരു കാരണം ദർ വാസ് ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ചേർത്തലയിൽ ഇപ്പോഴും മുലച്ചിപ്പറമ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഈഴവ സ്ത്രീയാണ് അങ്ങനെ രക്തസാക്ഷിയാകാൻ മുന്നോട്ട് വന്നത്. ഇതിൽ കൂടുതൽ ആ ഒരു കരം ചുമത്തി അത് കൊടുക്കേണ്ടി വരുന്നതിൽ കൂടുതൽ മാതൃത്വത്തിന് നാണക്കേടായിട്ട് എന്ത് കാര്യമുണ്ട്? അതുപോലും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഇവിടെ മാറുമറയ്ക്കാൻ പാടില്ല എന്ന് ഈ രാജഭരണത്തിൻ്റെ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ നാണം കെടുത്തുന്ന, അവമാനപ്പെടുത്തുന്ന ഒരു നിയമം നിലവിലിരുന്നു. അത് അവസാനം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇടപെട്ടിട്ടാണ് മാറ്റിയത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ വസ്തുത എത്തി. മാറുമറയ്ക്കൽ സമരം ഇവിടെ നടന്നു. അതിന് തെക്കൻ തിരുവിതാംകൂറിലെ നാടാർ സമുദായത്തിന് ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് നടത്തിയൊരു സമരമാണത്. ആ രൂക്ഷമായ സമരം നടന്നു. അപ്പോൾ നടത്തിയ ശിക്ഷാവിധികളും വധശിക്ഷ വരെയുള്ള ശിക്ഷകൾ, പിന്നെ ഒരുപാട് ദേഹോപദ്രവവും വസ്തുക്കളുടെ എല്ലാം നാശനഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചു. ഇതിനെപ്പറ്റിയുള്ള അലയൊലികൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെത്തിയപ്പോൾ അവിടെ നിന്നാണ് വളരെ കർശനമായിട്ടുള്ളത് വന്ന്. എന്നിട്ട് ഇവിടെ രാജഭരണത്തിൻ്റെ കീഴിൽ നിന്ന് അന്നൊരു ഓർഡർ ഇറങ്ങിയതിൽ പറയുന്നത്, താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് നിർദ്ദേശം വന്നതുകൊണ്ട് ഇനി വസ്ത്രം ധരിച്ചുകൊള്ളാം, അരയ്ക്ക് മേലോട്ടും വസ്ത്രം ധരിക്കാം, പക്ഷേ ഉയർന്ന ജാതിക്കാരായുള്ള സ്ത്രീകൾ ധരിക്കുന്നത് പോലെ ധരിക്കരുത്. അതും ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് അതിനെയും തിരുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിന്ന് പിന്നെയും നിർദ്ദേശം വന്നപ്പോൾ അത് പിന്നെ ഇവർക്ക് മാറ്റി എഴുതേണ്ടി വന്നു. ഇവിടെയുള്ള സ്വത്തുക്കൾ അവിടെ ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിക്കുകയും അവർ സ്വന്തമായിട്ട് എടുക്കാതിരിക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ അതൊരു രാജകുടുംബത്തിൻ്റെ നേട്ടമായിട്ടാണ് ഇപ്പോൾ പലരും പറയുന്നത്. 1947 PG ഉണ്ണിത്താൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യം ഇവിടെ ഒരു മന്ത്രിസഭ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പട്ടനാണുള്ള സാറിൻ്റെ നേതൃത്വത്തിൽ പിന്നീടൊരു മന്ത്രിസഭ വരുന്നത്. ഈ ഉണ്ണിത്താൻ അവരുടെ നേതൃത്വത്തിൽ വന്ന ആ മന്ത്രിസഭയെ എന്തുകൊണ്ട് ഈ സ്വത്തുക്കൾ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് നമ്മൾ ആലോചിക്കണം. കാര്യം അന്ന് 3 രീതിയിലാണ് ഖജാനകൾ വർക്ക് ചെയ്തിരുന്നതെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഒന്ന് പൊതു ഖജനാവ്, പിന്നീട് കൊട്ടാരം ഖജനാവ്, പിന്നീട് ക്ഷേത്ര ഖജനാവ്. ഈ പൊതു ഖജനാവിലുള്ള മിച്ചം കൊട്ടാരം ഖജനാവിലെത്തുകയും കൊട്ടാരം ഖജനാവിൽ നിന്നുള്ള മിച്ചം ക്ഷേത്ര ഖജനാവിലെത്തുകയും ചെയ്യുന്നു എന്നാണ് അന്നത്തെ ഒരു സ്ഥിതി. അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അന്ന് ആ സമയത്ത് ഈ ഭരണമാറ്റം സംഭവിക്കുന്ന സ്ഥലത്ത് കുടുംബത്തിൻ്റെയും രാജവാഴ്ചയുടെയും ബ്രിട്ടീഷ് വാഴ്ചയുടെയും അവസാനം കുറിച്ചുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂറും കൂടെ മെർജ് ചെയ്ത് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത് ഇനി ഒരുപാട് പഠിക്കേണ്ട ഒരു കാര്യമാണ്.